നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. സന്തോഷേട്ടാ എന്താണ് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണല്ലോ ഇരിക്കണം? എന്തില്ല, തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ സിനിമ റിവ്യൂവിനെ തെരഞ്ഞെടുക്കാൻ എന്താ റീസൺ? കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. അതിനേക്കാൾ നല്ലത് എന്റെ ക്ഷമ എടുക്കണതല്ലേ. എന്നെ കുറിച്ച് അറിയോ? കേട്ടിട്ടുണ്ട് നമ്മള്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ആറാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനിയ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. മുമ്പ് അമിതാഭ് ബൈജുവിനോടാണ് ക്രഷ് എന്ന് പറഞ്ഞിട്ടില്ല. മമിതാ ബൈജിനോട് എനിക്കില്ല. ഇല്ല. എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. എന്നൊന്നും നെസ്ലിൻ മാത്യു തോമസ് പറഞ്ഞ യുവാക്കളുണ്ടല്ലോ, അപ്പൊ അവരുടെ സ്ഥാനത്തിലേക്ക് വരാൻ പോകുമ്പോ തടയാൻ നോക്കും. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. അപ്പോ ഇപ്പൊ നമ്മുടെ ആറാട്ടനേക്കാളും കുറച്ചുകൂടെ ഫെയിം ആയി എന്ന് തോന്നുന്നുണ്ടോ? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ലേറ്റസ്റ്റ് ക്രഷ് ആരാ? വൈമ നമ്പ്യാർ. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? ഹണി റോസിനോട് അഭിനയിച്ച കൊള്ളാന്നുണ്ട്. അഭിനയിച്ച കൊള്ളാം. ഭയങ്കരമായിട്ട് അഭിനയിച്ച കൊള്ളാന്നുണ്ട്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു അഫയർ ആയിരുന്നു നിത്യമേനോനായിട്ട്. അവനെ കണ്ടാൽ ആർക്കാണോ പ്രേമിക്കാൻ തോന്നുന്നത്? വൃത്തികെട്ടവൻ. ചേട്ടനേക്കാളും ടോപ്പിലാണ് പുള്ളി നിൽക്കുന്നതെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പൊ പുള്ളിക്ക് ഡിമാൻഡ്. ഓ ഓക്കെ. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം, നീ എന്റെ കൂടെ നിന്നാ മതി. മാനേജർ ഉണ്ട്, മാനേജറെ ഒക്കെ വെച്ച് കാര്യങ്ങൾ ഡീൽ മട്ടാഞ്ചേരി. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇടി കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ഇടി തടയാനൊക്കെ പുള്ളിക്ക് നേരിടാൻ നമുക്ക് പറ്റും. ഈ ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല, കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. പുള്ളിയാണ് എന്റെ സ്കൂട്ടർ ഓടിക്കുന്നത്, ഞാൻ പുറകെയിരിക്കും. ഓ, ബോഡി ഗാർഡ് ആണോ? ബോഡി ഗാർഡ്. എങ്ക പോയി പുളിച്ചിട്ടിരിക്കാൻ കഴുത എടുത്ത വണ്ടി. എപ്പോഴും മമ്മൂട്ടി മോഹൻലാലും മാത്രം ശ്രേണി കണ്ടാ പോരല്ലോ, പുതിയ പുതിയ നടന്മാരും വരണ്ടേ. അപ്പൊ ഇതുപോലെ ലിപ്ലോക്ക് സീനൊക്കെ കിട്ടിയ ചെയ്യും? നടത്തിന് നോക്കുകയാണെങ്കിൽ ചെയ്യും, ഹണി മടത്തിന് നോക്കുകയാണെങ്കിൽ ചെയ്യും. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ തോന്നി. എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. ഹണി ഹോസ്റ്റോട് അഭിനയിക്കുമ്പോ ഒരു 3 lakhs ഒന്നും കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. അത് ചെറിയ ആഗ്രഹങ്ങളാണ്, നടക്കട്ടെ. സ്വപ്നല്ല വാസുട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുട്ടം നോക്കി. മലയാള സിനിമയിലെ ചക്രവർത്തിയോ യൂണിവേഴ്സൽ സ്റ്റാറാണ്. എന്നെ മനസ്സിലായില്ലേ? ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.